ഇന്ന് നമുക്ക് എല്ലാ രോഗികൾക്ക് വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അനേക മേഖലയിൽ, അനേക കുടുംബങ്ങളിൽ, അനേക രോഗാവസ്ഥയിലായിരിക്കുന്ന അനേകരുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായം 21-ാം തിരുവചനത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, കടുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും. രോഗാവസ്ഥയിലായിരിക്കുന്നവർ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ച് പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവിധം, അവരുടെ ജീവിതങ്ങളെ ബലപ്പെടുത്തുവാൻ തക്കവിധം എല്ലാ രോഗാവസ്ഥയിലായിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഹാർട്ട് സംബന്ധമായിട്ടുള്ള രോഗാവസ്ഥയിലായിരിക്കുന്നവരുണ്ട്. ശാരീരികമായിട്ടുള്ള ബലഹീനതയുടെ ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ക്യാൻസർ സംബന്ധമായ രോഗാവസ്ഥയിൽ കടന്നു പോകുന്നവരുണ്ട്. വ്യത്യസ്തമായ രോഗമേഖലയിൽ പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാ രോഗികളെയും ഇന്നത്തെ പരിശുദ്ധ ബലിയിലും ഇന്നത്തെ പ്രാർത്ഥനകളിലും നമുക്ക് ചേർത്ത് വെച്ച് അവരുടെ ജീവിതങ്ങൾ കൂടുതൽ ദൈവീയ കൃപയുടെ അനുഗ്രഹങ്ങളായി മാറുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അവരുടെ ജീവിതങ്ങളെ കൂടുതൽ ബലപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ വിശ്വാസത്തോടെ ദൈവ അനുഭവത്തിൻ്റെ ദൈവീയ കൃപയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതങ്ങളായി മാറുവാൻ തക്കവിധം എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിക്കാം. രോഗികൾക്ക് നല്ല നാഥനായ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ കരം ഓരോ രോഗമേഖലയിൽ ആയിരിക്കുന്ന രോഗികളെ കർത്താവ് ബലപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം അവരുടെ ജീവിതങ്ങൾ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. കുരിശിനോട് ചേർത്ത് വെച്ച് അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹം